എന്തൊക്കെയുണ്ട് ഉമ്മാരി? നമസ്കാരം. എൻ്റെ ഒരു കൂട്ടുകാരനെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേക്ക് പെട്ടെന്ന് എന്റെ തോട്ടത്തിൽ ആയിട്ട് കൊണ്ടുപോകണ്ട, ഞാനോടത്ത് ചെപ്പ് വരാൻ വേണ്ടി കൊണ്ടുപോകാൻ നിർത്തിട്ട് ഞാൻ കൂടെ പോയി. എന്താ എന്റെ മുമ്പിൽ തിരിയുന്ന പറഞ്ഞ, എടാ നിനക്ക് എന്തൊരു ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കെന്ത് ഇഷ്യൂ? എടാ നിനക്ക് ഒരു ഇഷ്യൂ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല. പിന്നെ നീ എന്തിനാ ഇത്ര സന്തോഷിച്ച് ചിരിച്ചു കളിച്ചിരിക്കണത്? മനസ്സിലായി? അപ്പൊ നമ്മ സന്തോഷിക്കണതൊക്കെയും പലരുടെയും കണ്ണില്, അല്ലെങ്കിൽ നമ്മളെ പീസ് ഓഫ് മൈൻഡ് ഒക്കെ പലരുടെ കണ്ണിലും നോർമൽ അല്ല. മനസ്സിലായി? അപ്പൊ ഓരോ ആൾക്കാരുടെ ചിന്താഗതി ഓരോന്നാണ്. അപ്പൊ എല്ലാരും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റൂല. ഇപ്പൊ നിങ്ങ ഒരു വാച്ച് വാങ്ങിച്ചു, എന്റെ വാച്ച് ബ്രൗൺ ആണ്. അപ്പൊ ഞാൻ ബ്രൗൺ വാച്ച് വാങ്ങിച്ചിട്ട് എന്റെ കൂട്ടുകാരനെ കൊണ്ട് കാണിക്കണേ. അപ്പൊ അവൻ പറയണേ അയ്യേ ബ്രൗണാ, അയ്യേ ബ്രൗണാന്ന് പറയും. ബ്ലാക്ക് വാങ്ങിച്ചെന്നെ പറയും അയ്യേ ബ്ലാക്കാ, ബ്രൗൺ വാങ്ങാൻ പോലെ. അപ്പൊ ഓരോ ആൾക്കാർ ഓരോ രീതി വേണ്ട. നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി പറ്റൂല. നമ്മുടെ സ്വന്തം കാര്യം, സ്വന്തം സന്തോഷം, സ്വന്തം സമാധാനം ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ കണ്ട ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇപ്പൊ അതേപോലെ തന്നെ എന്തും ഇപ്പൊ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു, നമ്മൾ ഓൾറെഡി ആ ഡിസിഷൻ എടുത്തു. നമുക്ക് ഡിസിഷൻ എടുക്കണേക്കാൾ മുമ്പ് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഓക്കെ, അവന്റെ ജെന്യൂനിറ്റി അനുസരിച്ച് അവൻ അതിന് ഉത്തരം തന്നെ, അതാണ് കൂട്ടുകാരൻ. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് കൊണ്ടേ കാണിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ നല്ല കൂട്ടുകാരെന്നുള്ള രീതിക്ക് അതിനെ ഒരിക്കലും പിനലൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും അത് പൊട്ടേന്നുള്ള രീതിക്കുള്ളൊരു വർത്താനം പറയരുത്. അത് അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിവിടാൻ പറ്റും. അപ്പൊ അതെന്തും ആയിക്കോട്ടെ, ഇപ്പൊ ഒരു സാധനം വാങ്ങിച്ചാൽ, ഒരു ഫോൺ വാങ്ങിച്ചായിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ. ഇപ്പൊ ഒരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു, ദർ ഇസ് നോ കമ്മിങ് ബാക്ക്. മനസ്സിലായി? നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ടെന്നുള്ള രീതി ചിന്തിക്കുമ്പോഴേക്കും നിനക്ക് ഈ ബിസിനസ് ഒന്നും പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ കണ്ട അവന്റെ പകുതി കോൺഫിഡൻസ് പോയി. മനസ്സിലായി? അപ്പൊ ഒരിക്കലും ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം അതിനെ കുറ്റപ്പെടുത്തേണ്ട രീതിക്ക് ഓരോ അഭിപ്രായങ്ങളും നിങ്ങൾ പറയാണ്ടിരിക്കുക. സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടിരിക്കട്ടെ പറ്റൂ. അതാണ് റിയൽ ഫ്രണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇടാൻ പറ്റൂ. ഞാൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് എന്തോരം കാട്ടാൻ പറ്റുമെന്ന് അറിയാൻ മതി. ഇതേപോലത്തെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എന്തുണ്ടെങ്കിലും നെഗറ്റീവ് അടിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവും. പക്ഷേ ഒരു പരിധിവരെ ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അയക്കാനുണ്ടല്ലോ, പതിയെ അവനാണ് മാറ്റിയെടുത്തേക്കണം. മനസ്സിലായോ? അതായത് പതിയെ അവിടെ നിന്ന് കമ്പനി വിട്ടിട്ട് പയ്യെ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് മാറ്റണം. അതായത് ഒരു നെഗറ്റീവ് ഫ്രണ്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വറി ചെയ്യണ കാര്യങ്ങളൊക്കെ അവനെ കുറിച്ചായിരിക്കും. നമ്മുടെ പീസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടും. മനസ്സിലായി? ആ റിയാലിറ്റി മനസ്സിലാക്കുക, പയ്യെ മൂവ് ഓൺ ചെയ്യുക. അപ്പം ഞാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പറഞ്ഞേണ്ട, അല്ലാണ്ട് ഞാൻ നിങ്ങളുടെ കമ്പനിക്കാരുടെ അവൻ നെഗറ്റീവാണ്, അവന് ആ ബോഡി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആ ബോഡി ഉണ്ടാവും. അവന്മാർ മാത്രമേ കൂടി ഉണ്ടാവുള്ളൂ. റിയൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ ബോഡി ചെയ്യുക, അല്ലെങ്കിൽ കൂടി എടുത്തടാ. അപ്പൊ ശരി വേറെ വീഡിയോ ആയിട്ട് കാണാട്ടാ.